ആവേശത്തിലാണ് അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂര് പൂരനഗരി ജനസാഗരമായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഏറെ ചടങ്ങുകൾ ശേഷിക്കുന്നുണ്ട്. ഇലഞ്ഞിത്തറ മേളമുണ്ട്, കുടമാറ്റമുണ്ട്, രാത്രി വർണ്ണാഭമായ വെടിക്കെട്ടുണ്ട്. ആ കാഴ്ചകളിലേക്ക് വീണ്ടും. തൃശ്ശൂരിൽ ആവേശം കൊട്ടിക്കയറുകയാണ്. പൂരനഗരി ജനസാഗരമായി മാറിയിരിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ഒപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ എൽദോ പോൾ പുതുശ്ശേരിയാണ് ഉള്ളത്. എൽദോ, വലിയ ആവേശം, ഈ ദൃശ്യങ്ങളിൽ ആ ആവേശം വളരെ വ്യക്തമാണ്. എങ്കിൽ പോലും ആ പൂരനഗരിയിൽ നിൽക്കുമ്പോൾ എന്താണ് എൽദോയ്ക്ക് അനുഭവപ്പെടുന്നത്? അഭിലാഷ്, പൂരനഗരിയിൽ നിൽക്കുമ്പോൾ അതിന്റെ ആവേശം അത് പറഞ്ഞറിയിക്കുക അസാധ്യമാണ്. ഒരുപക്ഷെ ഈ ജനസാഗരം എന്നൊക്കെ വിശേഷിപ്പിക്കുമെങ്കിൽ പോലും ഈ പൂരനഗരിയിൽ അതിന്റെ ഈ കൊടും ചൂടിന്റെയോ കൊടും ഉഷ്ണത്തിന്റെയോ തളർച്ച ഒരിക്കലും നമുക്ക് അനുഭവിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പൂരത്തിന്റെ ആവേശത്തിലേക്ക് പൂർണ്ണമായും തൃശ്ശൂരുകാർ അമരുന്നത് പോലെ നമ്മൾ പുറത്തുനിന്ന് വന്നവരാണെങ്കിൽ ആ ആവേശത്തിൽ തൃശ്ശൂരുകാരോട് തോൾ ചേർന്ന് നിന്ന് ആ പൂരക്കാഴ്ചയിൽ നമ്മളും ചേരുകയാണ്. എന്നാലും കണിമംഗലം ധർമ്മശാസ്താവിന്റെ പൂരം എഴുന്നള്ളത്തോടെ വടക്കുംനാഥന്റെ
വടക്കുന്നാഥൻ കണി കണ്ടുണർന്നത് ധർമ്മശാസ്താവിന്റെ എഴുന്നള്ളിപ്പിലാണ്. അതിനുശേഷം പൂരത്തിന് തുടക്കമാവുന്നു. പൂര നട തുറന്ന് ധർമ്മശാസ്താവ് വടക്ക് കാണുന്നു. ശേഷം അങ്ങനെ പൂരം അങ്ങനെ ഔദ്യോഗികമായി തുടക്കമാകുന്നു. ഇപ്പോൾ ഘടകപൂരങ്ങൾ ഒന്നൊന്നായി തൃശൂർ പൂരനഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂരത്തിന്റെ കാഴ്ചകൾ അതിങ്ങനെ ഒന്നൊന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അല്പസമയത്തിനകം തന്നെ നെയ്തലക്കാവലമ്മയും ഏറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇപ്പോൾ പൂരനഗരിയിലേക്ക് എത്തും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തുമ്പോൾ പൂരനഗരിയിലെ വൈബ് അത് വേറെ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ നടുവിലാലിൽ ചെറുപൂരങ്ങളുടെ മേളം അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പിന്നീടാണ് ഓരോ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇനിയും നടക്കാനുണ്ട്. പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ അതിൽ പൂരപ്പുറപ്പാടുണ്ട്, തെക്കോട്ടിറക്കം, ഇലഞ്ഞിത്തറ മേളമൊക്കെ നടക്കാനുണ്ട്. അതൊക്കെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു കാര്യമാണ്. ഈ സഞ്ചാരിക്കും കുടമാറ്റവും രാത്രി 10:30ക്കുമുണ്ട് എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം എന്നിവ. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട സമയ പ്രദർശനത്തിനും ഒരുപാട് പൂരപ്രേമിയുടെ നോക്കി നിന്ന ഒരു ദിവസമാണ് തൃശൂർ പൂരം എന്നുള്ളത്. ആ പൂര ദിനത്തിലേക്ക് എത്തിയപ്പോൾ ആ പൂരപ്രേമികൾ അത് അണമുറിയാതെ തൃശൂരിന്റെ റൗണ്ടിൽ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. നടക്കാൻ വിധം സൗണ്ട് നിറയുന്ന കാഴ്ചയാണ്. ഒരു കാറ് പോലും അകത്തേക്ക് കയറ്റിവിട്ടാൽ അവിടെ കുടുങ്ങി പോകുന്ന സാഹചര്യത്തിലേക്ക് തൃശൂർ മാറുന്നു. തൃശൂർ നഗരത്തിൽ അക്ഷരാർത്ഥത്തിൽ പൂരാവേശം മാത്രം, എവിടെ തിരിഞ്ഞാലും പൂരക്കാഴ്ചകൾ മാത്രം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഘടകപൂരങ്ങൾ ഒന്നൊന്നായി പൂരനഗരിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. പൂരനഗരിയിൽ ആവേശക്കാഴ്ചകൾ, ആ മേളത്തിന്റെ മുഴക്കം മാത്രം കേട്ടുകൊണ്ട് അതിൽ താളം പിടിച്ച് കൈ ഉയർത്തിപ്പിടിച്ച് താളത്തിനൊപ്പം ചേർന്നുകൊണ്ട് ഈ പൂരപ്രേമികൾ കാഴ്ചകൾക്കൊപ്പം ആ ശബ്ദം, ആ താളത്തിനൊപ്പം അവർ ചേർന്ന് നിൽക്കുന്നു. അതിൽ വിശറികളുടെ നേരിയ ഒരു കുളിർമ മാത്രമായിരിക്കാം അവർക്ക് ഈ വെയിലിൽ നിന്നുള്ള സംരക്ഷണം. പക്ഷെ അതിനേക്കാളും ഉപരി, അതിനൊക്കെ എത്രയോ മുകളിലാണ് അവർ ആവേശവും ഈ പൂരത്തോടുള്ള ഇഷ്ടവും പ്രണയവും എല്ലാം. അത് പൂരത്തിന്റെ മാത്രം കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം സ്നേഹത്തോടെ അവർ പൂരത്തിനായി എത്തുന്നു. ഒരുപക്ഷെ ക്രിസ്മസിനോ ഓണത്തിനോ വിഷുവിനോ ഈ തൃശ്ശൂരുകാർ പ്രത്യേകിച്ചും പ്രവാസികളായിട്ടുള്ളവർ, വിദേശത്തുള്ളവർ എത്തിച്ചേരില്ലായിരിക്കും. പക്ഷെ പൂരമുണ്ടെങ്കിൽ അവർ ഓടിയെത്തും തൃശ്ശൂർ പൂരം കാണാൻ. തൃശ്ശൂർ പൂരം എന്നാൽ അവർക്ക് അത്രമാത്രം നെഞ്ചോട് ചേർത്ത ഒരു കാര്യമാണ്. ആ പൂരത്തിനായി പല ദിക്കുകളിൽ നിന്നും ഓടിയെത്തിയവർ ഇപ്പോൾ പൂരനഗരിയിൽ തേക്കിൻകാട് മൈതാനിയിൽ വടക്കുന്നാഥിന് മുന്നിൽ സമ്മേളിക്കുന്ന ദിവസമാണ്. അത്രമാത്രം ജനത്തിരക്കിലേക്ക് ജനസഹസ്രങ്ങൾ ഒഴുകിയെത്തുന്നു. അതിൽ ഗജവീരന്മാർ, മേളപ്രമാണികൾ, അവരുടെ താളവിസ്മയങ്ങൾ, ഇനി വൈകിട്ട് കുടമാറ്റത്തിന്റെ വെടിക്കെട്ടിന്റെ അതിഗംഭീര നിമിഷങ്ങൾ ഒക്കെ കാത്തിരിക്കുന്നു. പൂരം അത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനിയുള്ള മണിക്കൂറുകൾ, ഇനി ഏതാണ്ട് ഒരു ദിവസം 24 മണിക്കൂറിലേറെ ഇനിയും നീണ്ടു നിൽക്കുന്നു പൂരത്തിന്റെ കാഴ്ചകൾ. അത് ഇങ്ങനെ കണ്ണു നിറയെ മനസ്സിനെ ഉൾക്കൊള്ളിട്ട് നിമിഷം കാത്തിയാണ്. എന്തായാലും പൂരത്തെ വരവേറ്റു തൃശൂർ, പൂരത്തെ ഉൾക്കൊണ്ടു തൃശൂർ, പൂരം കൊണ്ടാടുകയാണ് തൃശൂർ. അഭിലാഷ്, തീർച്ചയായും ലോകത്തെവിടെയുമുള്ള പൂരപ്രേമികളുടെ മനസ്സ് ഇപ്പോൾ തേക്കിൻകാട് മൈതാനത്താണ്, ശക്തന്റെ തിരുമുറ്റത്താണ്. അവിടെ നിന്നുള്ള ആവേശ കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.